നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതുപോലെ തന്നെ സ്നാക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഒരു ക്യാരറ്റ് വേണം. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒറ്റ ഒരു ക്യാരറ്റ് മതി. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പോളം തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ വേണമെങ്കിൽ കൂടുതലും എടുക്കാം കേട്ടോ, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിനായിട്ട് നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശർക്കര ഒരു 4 ടേബിൾ സ്പൂൺ ശർക്കര എടുക്കുന്നുണ്ട്. ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിക്കാം. ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ഫില്ലിംഗ് ആണ്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ ക്യാരറ്റ് ഇല്ലെങ്കിൽ ക്യാരറ്റ് ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്തെടുത്താലും മതി. ക്യാരറ്റും കൂടി ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പൊടി കരിഞ്ഞു പോകാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം നമുക്കൊന്ന് തെളിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് മാത്രം വെള്ളം മതിയാവും നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുക്കുമ്പോൾ കട്ടയൊക്കെ മാറി നല്ല സ്മൂത്ത് പൗഡറായിട്ട് ഇതുപോലെ കിട്ടും. പൊടിച്ചെടുത്ത പൊടിയാണിത്. അപ്പോൾ നമ്മുടെ പൊടിയും റെഡിയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു ബൗൾ വേണം. ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുക്കാം. ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ പൊടി ഇതുപോലെ നമുക്കൊന്ന് വെതറി കൊടുക്കാം. ഒരുപാട് അങ്ങ് ടൈറ്റായിട്ടൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ആ ഫില്ലിങ് നമുക്ക് ഒരു ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കുക, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഫില്ലിങ് എല്ലാ ഭാഗത്തും എത്തണം. ആ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ പൊടി നമുക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഇതുപോലെ തന്നെ വെതറി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരുപാടങ്ങ് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. തട്ടിൽ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമുക്ക് പരന്ന ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേവിച്ചെടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡലി തട്ടില്ലെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ഇഡലി തട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെരിച്ച് കൊടുക്കുക. ചെരിച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും അതിങ്ങനെ ഒരു മോൾഡിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ പൊടിഞ്ഞൊന്നും പോകില്ല, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോന്നും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ആ ഇഡ്ഡലി തട്ടിൽ വെക്കുമ്പോൾ മാത്രം പതുക്കെ ഒന്ന് ചെരിച്ച് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പൊടിഞ്ഞു പോകാതെ കിട്ടും. അപ്പോൾ വളരെ പതുക്കെ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്കൊരു 4 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനെ നമുക്കൊരു സ്റ്റീമറിലേക്ക് മാറ്റാം. ഇതിനി സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഇത് എടുത്തതാണ്. ശരിക്കും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ഒന്ന് ചൂടാറണം. അതിന് ശേഷം നമുക്കിത് പതുക്കെ ഈ പ്ലേറ്റിൽ നിന്ന് വിടിച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. സൈഡിൽ നിന്ന് ആദ്യം ഇതുപോലെ വിടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നും വിടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ആ ഫില്ലിങ്ങോട് കൂടി തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്.